ഗുഡ് മോർണിംഗ്. നമുക്ക് ഇൻഡസ്ട്രിയുടെ കമ്പനിയുടെ വെർച്വൽ ഓഫീസിൽ നിന്ന് ഒരു സ്റ്റോർ ലിങ്ക് എടുത്തിട്ട് എങ്ങനെ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാം എന്നതിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ നമ്മൾ വെർച്വൽ ഓഫീസ് ലോഗിൻ ചെയ്യുക. വെർച്വൽ ഓഫീസ് ലോഗിൻ ചെയ്ത ശേഷം ഇവിടെ ലെഫ്റ്റ് സൈഡിൽ ഏറ്റവും മുകളിൽ ഈ 3 ലൈൻസ് കാണുന്നുണ്ടല്ലോ, അവിടെ ക്ലിക്ക് ചെയ്യാം. അതിൽ ഹോം അതുപോലെ തന്നെ ഓർഡറിൽ ക്ലിക്ക് ചെയ്യാം. അതിൽ നമുക്ക് മൂന്നാമത്തായിട്ട് സ്റ്റോർ ലിങ്ക്, അതിൽ കോപ്പി ലിങ്ക് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യാം. അതിൽ കോപ്പി ലിങ്ക് എടുത്തിട്ട് നമ്മളെ വാട്സപ്പിൽ ഏതെങ്കിലും കോണ്ടാക്ട്സിൽ നേരെ പേസ്റ്റ് ചെയ്യാം. അപ്പോൾ കോപ്പി പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ സ്റ്റോർ ലിങ്ക് കിട്ടി. അപ്പോൾ നമ്മൾ സ്റ്റോർ ലിങ്ക് കിട്ടി. അപ്പോൾ ഈ സ്റ്റോർ ലിങ്ക് ഇപ്പോൾ നമുക്ക് കസ്റ്റമറിലേക്കോ അതുപോലെ തന്നെ നിങ്ങൾക്ക് തന്നെ സ്വന്തമായിട്ട് അവരെ ക്യാഷ് വാങ്ങിയിട്ട് നിങ്ങൾക്ക് തന്നെ അതിലൂടെ പർച്ചേസ് ചെയ്യാം. അപ്പോൾ പർച്ചേസ് ചെയ്യേണ്ട ഈ സ്റ്റോർ ലിങ്കിലൂടെ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അല്ലേ, അങ്ങനെ ഓൺലൈൻ ഷോപ്പ് പോലെ ഇപ്പോൾ നമ്മൾ കമ്പനി നമ്മൾ സൈറ്റൊക്കെ അടിപൊളിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഒരു ഓൺലൈൻ ഷോപ്പ് പോലെ അല്ലേ, നമ്മൾ ഫ്ലിപ്കാർട്ട് ആമസോണിലൊക്കെ പർച്ചേസ് ചെയ്യുന്ന പോലത്തെ ഒരു സൈറ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലെന്ന് പറഞ്ഞാൽ കുറച്ച് താഴെ അവർ പ്രൊഡക്ട്സ് എന്നുള്ളടത്ത് നേരെ എൻ്റർ പിൻ കോഡ് എന്നുണ്ട്. ഈ എൻ്റർ പിൻ കോഡിൽ നിങ്ങൾ ആർക്കാണോ പ്രൊഡക്റ്റ് അയച്ചു കൊടുക്കുന്നത് അവരെ അഡ്രസ്സിലുള്ള പിൻ കോഡാണ് കൊടുക്കേണ്ടത്. ഷിപ്പിംഗ് അഡ്രസ്സ് കേട്ടോ, അതിലുള്ള പിൻ കോഡാണ് കൊടുക്കേണ്ടത്. ഞാനിപ്പോൾ എക്സാമ്പിൾ 676-122 എന്ന് കൊടുത്തിട്ട് സബ്മിറ്റ് എന്ന് അല്ലേ, ഈ സബ്മിറ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അവിടെ പച്ച കളറിൽ സബ്മിറ്റ് ആയി കഴിഞ്ഞാൽ മാത്രമാണ് ഇവിടെ ആഡ് കാർട്ട് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിലെന്ന് പറഞ്ഞാൽ ഓരോ പ്രൊഡക്റ്റിൻ്റെ ഏതാ പ്രൊഡക്റ്റ് വേണ്ടതെന്ന് നമ്മൾ സെലക്ട് ചെയ്യുക. ആഡ് ടു കാർട്ട് എന്നുണ്ട് ഓരോ പ്രൊഡക്റ്റിൻ്റെ താഴെ. അപ്പോൾ അതിലിപ്പോൾ എക്സാമ്പിൾ പൈ കോഫി ബ്ലാക്ക് വേണമെന്നുണ്ടെങ്കിൽ ആഡ് ടു കാർട്ട് അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതുപോലെ റെഡ് കളർ വരും. പിന്നെ താഴെ ഒരു ഐപ്പിൾസ് വേണമെന്നുണ്ടെങ്കിൽ അതിലും ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് നേരെ താഴെ പോയിട്ട് പ്രൊസീഡ് ടു കാർട്ട് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമ്മളെ മൊബൈൽ നമ്പർ വരും. കസ്റ്റമർ മൊബൈൽ നമ്പറാണ് ടൈപ്പ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ എൻ്റെ മൊബൈൽ നമ്പർ ജസ്റ്റ് ടൈപ്പ് ചെയ്യാം. അതിനുശേഷം പ്രൊസീഡ് എന്ന് കൊടുക്കുക. അപ്പോൾ ഓൾറെഡി ഇപ്പോൾ OTP ചോദിക്കുന്നില്ല, ഓട്ടോമാറ്റിക് OTP വരുന്നുണ്ട്. അപ്പോൾ ഇനി പുതിയ അപ്ഡേഷൻ കാര്യങ്ങൾ വന്നാൽ ചിലപ്പം കസ്റ്റമർ OTP വേണ്ടി വരും. ഓക്കെ, ഇപ്പോൾ കുഴപ്പമില്ല. അപ്പോൾ ഇതിലെന്ന് പറഞ്ഞാൽ ഞാനവിടെ സെലക്ട് ചെയ്ത പ്രൊഡക്റ്റ് ഇതിൽ വരും. ഐ കോഫി ബ്ലാക്ക് ഒരു ക്വാണ്ടിറ്റി, അതുപോലെ തന്നെ ഐപ്പിൾസ് ഒരു ക്വാണ്ടിറ്റി എന്നാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിലെന്ന് പറഞ്ഞാൽ റിമൂവ് ചെയ്യുക, വേണമെങ്കിൽ ഇനിയിപ്പോൾ റിമൂവ് ചെയ്യുക. അപ്പോൾ ഐ കോഫി വേണ്ടാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇവിടെ റിമൂവ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് റിമൂവ് ആവും. ഇനിയിപ്പോൾ എക്സാമ്പിൾ ഇപ്പോൾ എനിക്ക് ഐപ്പിൾസ് വേണ്ടാന്നുണ്ടെങ്കിൽ ഇതിലിപ്പോൾ റിമൂവ് എന്ന് കൊടുത്തു, ഞാൻ അത് ഒഴിവാക്കിയിട്ട് ഐ കോഫി എനിക്ക് 2 വേണ്ടതെന്നുണ്ടെങ്കിൽ ഇവിടെ പ്ലസ്സിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക ഒന്നും കൂടി. അപ്പോൾ 2 ഐ കോഫി. അപ്പോൾ എനിക്ക് ഐപ്പിൾസ് വേണ്ട, 2 ഐ കോഫിയാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ താഴെ പോയി കഴിഞ്ഞാൽ ഷിപ്പിംഗ് ഡീറ്റെയിൽസ് എന്ന് കാണിക്കും. അതായത് നമ്മൾ കസ്റ്റമറെ അഡ്രസ്സ് ഉണ്ടല്ലോ, നമ്മൾ പ്രൊഡക്റ്റ് അയച്ചു കൊടുക്കാനുള്ള കസ്റ്റമറെ അഡ്രസ്സ് ഫുള്ളായിട്ട് ഫില്ല് ചെയ്യാം. അപ്പോൾ അതിൽ അഡ്രസ്സ് 1 എന്നുള്ളിടത്ത് നമുക്ക് അവരെ വീട്ടുപേര്, ഇപ്പോൾ എക്സാമ്പിൾ ഒരു കുന്നുമ്മൽ ഹൗസ്, അവർ വീട്ടുപേര് ടൈപ്പ് ചെയ്യുക. ആ അഡ്രസ്സിൽ കറക്റ്റായിട്ട് ടൈപ്പ് ചെയ്യണം. അതുപോലെ തന്നെ അഡ്രസ്സ് 2 എന്നുള്ളിടത്ത് അവരെ പ്ലേസ് എവിടെയാണ്, ഇപ്പോൾ എക്സാമ്പിൾ വട്ടപ്പാറ കൊടുത്ത ടൗണ് മഞ്ചേരി എന്ന് കൊടുത്തു. പിന്നെ അതുപോലെ തന്നെ
പോസ്റ്റ് ഓഫീസ് ഓൾറെഡി ഇപ്പോൾ നമ്മൾ കൊടുത്ത പിൻകോഡിൻ്റെ പോസ്റ്റ് ഓഫീസ് ഇപ്പോൾ നമ്മൾ അഡ്രസ്സ് അയച്ചു വരുമ്പോൾ തന്നെ കസ്റ്റമർ അയച്ചു വരുമല്ലോ നമുക്ക്, അതിലുണ്ടാവും പോസ്റ്റ് ഓഫീസ്. ഇപ്പോൾ ഓൾറെഡി ആ പിൻകോഡ് കൊടുക്കുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി ഇതിൽ ഏതൊക്കെയാണെന്നുള്ളത് ആ പിൻകോഡിലുള്ള പോസ്റ്റ് ഓഫീസുകളൊക്കെ അത് കാണിക്കുക. അപ്പോൾ അതിൽ ഇപ്പോൾ ഇതിലുള്ളത് നറുകര BO എന്നാണ്, അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇത് ഫുള്ളായിട്ട് ഫില്ല് ചെയ്യും. പിന്നെ നമുക്ക് പ്ലേസ് ഓർഡർ അല്ലേ, പ്ലേസ് ഓർഡർ കൊടുക്കുന്ന ഓപ്ഷൻ സ്റ്റോർ പിക്കപ്പ്. ഫസ്റ്റിൽ ഇതിൽ സ്റ്റോർ പിക്കപ്പ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മളെ ഓഫീസ് അല്ലേ, ബ്രാഞ്ച് ഓഫീസ് ഇവിടെ ഉണ്ട്, ഇവിടെ കൊച്ചിയിലുണ്ട്. അപ്പോൾ അവിടുന്ന് പ്രൊഡക്റ്റ് നേരിട്ട് പോയി കളക്ട് ചെയ്യണമെങ്കിൽ, ഇപ്പോൾ എക്സാമ്പിൾ നമ്മളിപ്പോൾ എറണാകുളത്താണെന്ന് വിചാരിക്കുക, അപ്പോൾ അവിടെ ഒരു പ്രൊഡക്റ്റ് നമുക്ക് ഓർഡർ ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് പ്രൊഡക്റ്റ് അഡ്രസ്സിൽ വരാതെ നമുക്ക് നേരിട്ട് ആ ബ്രാഞ്ചിൽ പോയിട്ട് നമ്മൾ ഓഫീസിൽ പോയിട്ട് പ്രൊഡക്റ്റ് കളക്ട് ചെയ്യാം. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, ഈ സ്റ്റോർ പിക്കപ്പ് എന്നുള്ള ഫസ്റ്റത്തെ കള്ളിയിൽ ടിക്കിടുക. ആ ടിക്കറ്റ് കഴിഞ്ഞാൽ പ്രൊഡക്റ്റ് പിന്നെ എറണാകുളത്ത് പോയി കളക്ട് ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് എന്താണ് നമ്മൾ രണ്ടാമത്തെ ഫാസ്റ്റ് ഡെലിവറി എന്ന് പറയുമ്പോൾ നമുക്ക് സ്പോട്ടിൽ ഇപ്പോൾ VOTM ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഉണ്ടാവും അല്ലേ, നമ്മൾ അപ്ലൈ ലീഡേഴ്സൊക്കെ ഉണ്ടാവും, VOTM ഡിസ്ട്രിബ്യൂട്ടർ. നിങ്ങൾക്ക് അവരുടെ അടുത്ത് നേരിട്ട് പ്രൊഡക്റ്റ് വാങ്ങാം, കളക്ട് ചെയ്യാം. ഓർഡർ ചെയ്ത ഉടനെ തന്നെ പ്രൊഡക്റ്റ് കളക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്താണ് അവരെ ഒരു VOTM ഡിസ്ട്രിബ്യൂട്ടർ ആണെങ്കിൽ, സാറേ എനിക്ക് പ്രൊഡക്റ്റ് നേരിട്ട് തരികയാണെങ്കിൽ ഞാൻ എൻ്റെ VOTMലേക്ക് നിങ്ങളെ VOTMലേക്ക് മാറ്റാമെന്ന് പറഞ്ഞിട്ട് ലീഡേഴ്സിൻ്റെ അടുത്ത് നിന്ന് സംസാരിക്കാം. അല്ല നിങ്ങളെ അഡ്രസ്സിൽ തന്നെ പ്രൊഡക്റ്റ് എത്തിയാൽ മതി, VOTM കൊടുക്കണ്ടെന്നുണ്ടെങ്കിൽ ഈ കൺസെൻറ്റ് മാത്രം കൊടുക്കുക. അപ്പോൾ VOTM കൊടുക്കുകയാണെങ്കിൽ ഫാസ്റ്റായിട്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, ഈ രണ്ടാമത്തെ ഫാസ്റ്റ് ഡെലിവറി എന്നിലോട്ട് ടിക്കിടുക, കൺഫേം കൊടുക്കുക, അതുപോലെ തന്നെ കൺസെൻറ്റ് അതിലും ടിക്കിടുക. അപ്പോൾ ഇത് രണ്ടിലും ടിക്കിടണം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് VOTM അടിക്കണ്ടെന്നുണ്ടെങ്കിൽ കൺസെൻറ്റ് ഈ ലാസ്റ്റത്തെ മാത്രം ടിക്കിട്ടാൽ മതി. എന്നിട്ട് പ്ലേസ് ഓർഡർ കൊടുക്കുക. പ്ലേസ് ഓർഡർ കൊടുക്കുമ്പോൾ ലെറ്റ്സ് ഗോ എന്ന് എഴുതി കാണിക്കും. ഓർഡർ കൺഫർമേഷൻ, അതിൽ ലെറ്റ്സ് ഗോ എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഇതിൽ കാർഡ്, ഡെബിറ്റ് കാർഡ് വഴി, ക്രെഡിറ്റ് ആൻഡ് ഡെബിറ്റ് കാർഡ് വഴി ചെയ്യാം. UPI ട്രാൻസാക്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ നമുക്കിവിടെ താഴെ ഗൂഗിൾ പേ ഉണ്ട് അല്ലേ, ഇപ്പോൾ മെയിനായിട്ട് നമ്മൾ ഗൂഗിൾ പേ യൂസ് ചെയ്യുന്ന. അപ്പോൾ അതിൽ ഗൂഗിൾ പേയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ നമുക്ക് ഗൂഗിൾ പേൻ്റെ ഇതിലേക്ക് പോകും. എന്നിട്ട് ഇതിൽ പേ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ പാസ്വേഡ് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നേരെ ഓർഡർ കൺഫേം ആവും, സക്സസ് ആവും. ഓക്കെ താങ്ക്